ഗണേശ ഗണേശ ശരണം ശരണം 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 ഗണേശ ഗണേശ ശരണം. ആദരണീയ സദസ്സിന് പ്രമുഖാണ്, അദ്ദേഹമാണ്. ഹൃദയ വിശാലതയോടുകൂടി ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അതിനെ സംരക്ഷിച്ച് അതിനെ വളർത്തിയെടുത്ത ഇവിടുത്തെ ഹൈന്ദവ ജനത അവന്റെ സ്വന്തം ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതാരുണ്ടാക്കി വെച്ചു? ഇവിടുത്തെ ഹിന്ദു ജനത ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സനാതന ധർമ്മികളായ എല്ലാ ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്കാരമായ സനാതന ധർമ്മികൾ അഥവാ ഹൈന്ദവ വിശ്വാസികൾ അവന്റെ സ്വന്തം ആചാരങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ തെരുവിറങ്ങേണ്ടി വന്നിരിക്കുന്നു എങ്കിൽ ആരാണ് അതിന്റെ കാരണക്കാർ? ആരാണ് അതിന്റെ ഉത്തരവാദികൾ? ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഏറ്റവും അവസാനമായി കേരളത്തിലെ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ഇതാ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്തെന്നറിയുമോ? കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്തയ്യീശ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന്റെ ഭാഗമായി ആറാട്ടെഴുന്നള്ളത്ത് പുറപ്പെടുന്ന സമയത്ത് കേരളത്തിന്റെ പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. എന്നാൽ ഇപ്പോ ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇനി മുതൽ അങ്ങനെ ഒരു പരിപാടിയില്ല. കേരള പോലീസിനെ കൊണ്ട് അങ്ങനെ ഗാർഡ് ഓഫ് ഓണർ നടത്തിക്കില്ല എന്ന് പിണറായി വിജയൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇത് ഭാർഗവ ക്ഷേത്രമാണ്. ഇന്ന് പരശുരാമ ജയന്തിയാണ്. ആ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കേരള ഭൂമി എന്നുള്ളതാണ് ഐതിഹ്യം. നമ്മളൊക്കെ പറയാറുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന്, ഇല്ലേ? എന്തുകൊണ്ടാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നു? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റൊരു സംസ്ഥാനവും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നില്ല. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. എന്താണ് കാരണം? ഈ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ, തിരുവിതാംകൂർ മഹാരാജാവ് ഈ കേരള നാടിന് എന്റെ മഹാരാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം നൽകി അതിനുശേഷം പത്മനാഭദാസനായിട്ടാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്റെ രാജ്യം മുഴുവൻ, അതായത് ഇന്നത്തെ കേരള നാടിനെ മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനമായി നൽകി. അപ്പൊ ഈ കേരള ഭൂമി മുഴുവൻ ദേവസ്വം ഭൂമിയാണ്. ശ്രീ പത്മനാഭന്റെ വകയാണ് ഈ കേരള ഭൂമി. അതിനുശേഷം പത്മനാഭദാസനായിട്ടാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഈ നാട് ഭരിച്ചത്. നമുക്കറിയാം, രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നു. ആ ഭരണ കൈമാറ്റം നടന്ന അവസരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളായ, സാമൂഹ്യ സേവാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ഹിന്ദുവാണെന്ന ബോധത്തോടെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട്. ശബരിമലയിൽ ഭാരതത്തിലെ ഹിന്ദു സമൂഹം ഏതാണ്ട് 5-6 കോടി ആളുകൾ വരുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ അവിടെ സംഭാവനയായി അവർ കൊടുക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് ഇന്ന് ഇവിടെ മഹാഗണപതിയെയും മഹാദേവനെയും കാണാൻ വരുന്ന ഭക്തന്മാർ, ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തന്മാർ, നിങ്ങളൊന്ന് ആലോചിക്കണം. ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രത്തെ തച്ച് തകർത്ത് തീവച്ചില്ലായ്മ ചെയ്തതിൽ നിന്ന് ഉയർന്നു വന്ന വലിയ ഒരു സത്യമാണ് അവിടെ ശബരിമല.